ഹായ്, ഞാൻ ജീന. ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മൾ ഉപ്പുമുളകിലെ നീലുമ്മയാണ്. ഞാൻ ഈ സ്കൂളിലെ ഒരു PTA മെമ്പറും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മണിയാകുമ്പം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടും വരുന്ന ആൾക്കാരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 5 മണിയായപ്പം തന്നെ നമ്മൾ നീലുമ്മ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നേ. നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഇനോഗ്രേഷൻ നമ്മൾ ദൂരെ നിന്നിട്ടായിരുന്നു നോക്കി കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഗ്രൗണ്ടിലായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാരെയൊക്കെ വെൽക്കം ചെയ്യാനോ അവരെ അതാത് സ്ഥലത്ത് ഇരുത്താൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നിന്നിട്ടായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിഷ ചേച്ചി നമ്മൾ വിചാരിച്ചതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ആളെ പ്രസംഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾ എത്രത്തോളം സിമ്പിളാണെന്നുള്ളത്. അത് ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ? കുട്ടി ഡാൻസ് കളിക്കുന്നു, അമ്മ അല്ലെങ്കിൽ അച്ഛൻ. അവർ പഠിക്കുന്ന കാലത്തുള്ള കുറേ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. നിഷ ചേച്ചി പോകുന്ന സമയത്ത് നമ്മളടുത്തൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. അതുപോലെ നമ്മളടുത്ത് 2 വാക്ക് സംസാരിക്കണം എന്നൊക്കെ അതൊക്കെ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപാടിയിലൂടെ. ഇനോഗ്രേഷൻ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ സ്കൂളിലെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും PTA അംഗങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് പ്രോഗ്രാമിനുള്ള എല്ലാ കുട്ടികളെയും തന്നെ ഓവറോൾ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാമിനുള്ള കുട്ടികളെ നമ്മൾ മേക്കപ്പ് മുതൽ അതുപോലെ അവർക്ക് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോഷൂട്ട്, ഫുഡ് കൊടുക്കൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേരൻസിൻ്റെ അടുത്തേക്ക് നമ്മൾ കുട്ടികളെ എത്തിക്കുന്നത്. ഏകദേശം ഞാനൊരു 6 വർഷത്തോളമായി ഈ സ്കൂളിൽ PTA ഒരു അംഗമാണ്. ഈ സ്കൂളിലെ മാനേജ്മെൻറ്റിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും നല്ലൊരു മാനേജ്മെൻറ്റാണ് ഈ സ്കൂളിലുള്ളത്. അങ്ങനെ നിഷ ചേച്ചി പോകുന്നതിന് മുന്നേ നമ്മളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നന്ദുട്ടീൻ്റെ ഡാൻസാണെന്ന് കണ്ടപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ഒരു ഡാൻസ് ആയിട്ടുണ്ടായിരുന്നേ ഇത്. അങ്ങനെ നന്ദുവിൻ്റെ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ആരുഷിൻ്റെ ഡാൻസ് ആയിരുന്നേ. ആരുഷിൻ്റെ ഡാൻസ് അടിപൊളിയായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആൾ വീട്ടിൽ നിന്ന് കളിച്ചിട്ടില്ലെങ്കിലും സ്റ്റേജിൽ ഭയങ്കര പെർഫോമറാണ്. ഏകദേശം ഒരു 11:30 ആയപ്പം തന്നെ നമ്മൾ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ആൾ പ്രൈസ് കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കര തുള്ളിച്ചാടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.